ശ്രീ ഉല്ലാസ് ബാബു, ഇതാണ് പാർട്ടി അദ്ദേഹത്തെ ഓൺ ചെയ്യുന്നില്ല, അദ്ദേഹം ആരോപണ വിധേയനാണ്. അതിൽ പാർട്ടി നടപടി എടുക്കും മുൻപേ അദ്ദേഹം രാജിവെച്ചൊഴിഞ്ഞു. നോക്കി, ഇന്നലെ ഈ സമയത്താണ് ഈ നടിയുടെ വെളിപ്പെടുത്തൽ വലിയ ചർച്ചയായി മാറിയത്. 24 മണിക്കൂർ കഴിഞ്ഞിട്ടില്ല, 24 മണിക്കൂർ തികയും മുമ്പേ ഇന്ന് ഉച്ചയ്ക്ക് അദ്ദേഹം രാജിവെച്ചൊഴിഞ്ഞു. ആ മാതൃക നല്ലതല്ലേ? അല്ല, അനൂപിന് നല്ലതായിട്ട് തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു, അത് അയാളുടെ ഇഷ്ടം. പക്ഷെ അതല്ലല്ലോ അനൂപേ, അയാൾ തെരഞ്ഞെടുക്കപ്പെട്ട MLA അല്ലേ. മുകേഷ് MLA നിയമസഭയ്ക്കകത്ത് ഇരിക്കുകയാണ്. അദ്ദേഹം പേര് പറഞ്ഞില്ല എന്ന് മാത്രം. ഉദ്ദേശിച്ചത് അയാളെ തന്നെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതല്ലേ. അന്ന് ഇവരുടെ കോൺഗ്രസിന്റെ നിലപാട് എന്തായിരുന്നു? അയാൾ രാജിവെക്കണമെന്നായിരുന്നില്ലേ? MLA സ്ഥാനത്ത് നിന്ന് അയാൾ രാജിവെക്കണമെന്നും അയാൾ ഒരു കാരണവശാലും MLA ആവാൻ യോഗ്യനല്ല എന്നും അയാൾ ജനപ്രതിനിധിയായി ഇരിക്കാൻ ഒരു തരത്തിലും അംഗീകരിക്കില്ല എന്നും പറഞ്ഞ് പരിപൂർണമായിട്ട് അയാളുടെ രാജിക്ക് വേണ്ടി സമരം നടത്തിയവരും അതിനുവേണ്ടി ചർച്ച നടത്തിയവരല്ലേ കോൺഗ്രസ് പാർട്ടി. അപ്പോൾ രാഹുൽ എന്ന് പറയപ്പെടുന്ന യൂത്ത് കോൺഗ്രസ് അയാൾ രാജിവെക്കുകയോ അയാൾ തുടരുകയോ അയാൾ ഇനി നാളെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആവുകയോ അതൊക്കെ അവരുടെ ഇഷ്ടമെന്ന്. സ്വാഭാവികമായിട്ട് അയാൾ യോഗ്യതയൊക്കെ തെളിയിച്ചു കഴിഞ്ഞു, അയാൾക്ക് ഇനി അഖിലേന്ത്യാ പ്രസിഡന്റ് ആവാം. പക്ഷെ എന്തിനാണ് ഇയാൾ തെറ്റുകാരനല്ല എങ്കിൽ അയാൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത്? അയാൾക്ക് പറയാലോ, തെളിയിക്കട്ടെ, പരാതി വരട്ടെ, പരാതി വന്നതിന് ശേഷം ഞാൻ പാർട്ടിയിൽ നിന്ന് രാജിവെക്കാം. വളരെ സിമ്പിൾ അല്ലേ? അപ്പൊ ഇവർക്ക് ഇവരുടെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ഇവർക്ക് തടി നേടാമെന്നും ജനങ്ങളെ സേവിക്കുന്ന ഈ പ്രവർത്തനത്തിൽ നിന്ന് നിയമസഭയിൽ നിന്ന് അയാൾ ഇറക്കാൻ സാധിക്കില്ല, അയാൾ രാജിവെക്കാൻ പാടില്ല എന്ന് പറയപ്പെടുന്നത് കൃത്യമായിട്ട് കോൺഗ്രസ് എന്താണോ കുറച്ചു കാലം മുൻപ് ഇവര് സമരമുഖത്ത് പറഞ്ഞത് അതിന് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനമാണ്. ഇവർക്ക് കൃത്യമായിട്ട് സമൂഹത്തിനോട് ഇവർ കാണിക്കേണ്ട നീതി എന്താണ്? ഇവർ രാജിവെക്കണം, MLA സ്ഥാനം രാജിവെക്കണം. അയാൾക്ക് നേരെ ഉയർന്ന ആരോപണത്തിൽ നിന്ന് പൂർണ്ണമായി അയാൾ മുക്തി നേടി വരട്ടെന്നേ. എന്താ ഇവർക്ക് കുഴപ്പം? ഇവർ ഈ നിലപാടല്ലല്ലോ പല കാര്യങ്ങളും എടുക്കാറുള്ളത്. ഭാഗ്യത്തിന് ഈ വിഷയമായി പോയി, അല്ലെങ്കിൽ EDയും CBIയുമാണ് അതിന്റെ പുറകിലെന്ന് ആരോപിച്ചേനെ. BJPയുടെ ഗൂഢാലോചനയുണ്ടോ എന്നൊക്കെ ചിലപ്പോൾ ആരോപിച്ചങ്ങ് കളഞ്ഞേനെ. കാരണം ഓടുന്ന പട്ടിക്ക് ഒരു മുഴ മുമ്പേ എന്ന് പറയുന്ന പോലെ നമുക്കും ഒരു കലക്കണം. നമുക്ക് കലക്കണ്ട, നീ ഒറ്റക്ക് കളിക്കാൻ മതി, ഞാനില്ല. എന്താ, നിനക്ക് എന്നെ വിശ്വാസമില്ലേ? ഇല്ല. അനൂപ് ജേർണലിസ്റ്റ് ആണല്ലോ. മനോരമ ചാനലിൽ നിന്ന് ഇതിനത് ചർച്ച ചെയ്തേ. മനോരമ ചാനൽ ഇന്നലെ എന്തിനത് ചർച്ച ചെയ്തേ? ഇന്ന് നിങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഡ്ഢികളായിട്ട് ചർച്ച ചെയ്തല്ലോ. നിങ്ങൾക്കിത് ഉദ്യമ ബോധ്യമുള്ളതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയല്ലേ നിങ്ങൾ ഈ ചർച്ചയ്ക്ക് എടുത്തത്. അപ്പൊ ഇതിനകത്ത് പേര് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ നെയിം സ്ലിപ്പ് ഒട്ടിച്ച് തലേ നെറ്റിയിൽ വെച്ചിട്ടില്ല എന്നുള്ളതിനേക്കാൾ ഉപരി കൃത്യമായിട്ട് തന്നെ സൂചനകൾ കൊടുക്കുന്ന രീതിയിൽ തന്നെ നിഷേധിച്ചിട്ടില്ല എന്നുള്ളതും ഇവിടെ ശരി തന്നെയാണ്. നിഷേധിച്ചിട്ടുണ്ടോ അനൂപ്? നിങ്ങളുടെ റിപ്പോർട്ടർമാർ എടുത്തെടുത്ത് ചോദിക്കുന്ന സമയത്ത് ഈ വ്യക്തിയല്ല, അനാവശ്യമായ ഒരു നേതാവിനെ ഞങ്ങളെ ഈ വിഷയത്തിൽ വലിച്ചിഴക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇവർ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലായി അനൂപ്. ഇനി അതിന്റെ പിന്നിൽ ആ സാങ്കേതികത്വം ഈ സാങ്കേതികത്വം എന്ന് പറഞ്ഞ് തട്ടിപ്പും മത്തങ്ങയും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് കൃത്യമായിട്ട് ഈ വ്യക്തിയിലേക്കും ഈ വ്യക്തിയുടെ പൂർവ്വചരിത്രം അറിയുന്ന കോൺഗ്രസ് നേതാക്കന്മാർക്കും അനിൽ ബോസിന് ഇതിനെ ന്യായീകരിക്കാൻ പറ്റില്ല. അനിൽ ബോസ് അങ്ങനത്തെ ഒരു ക്യാരക്ടറും അല്ല. തട്ടി മുട്ടിയെന്നൊക്കെ ഇരിക്കും, ചട്ടിയുടെ വക്ക് പൊട്ടിയെന്ന് ആരെങ്കിലും ഉപയോഗിക്കാതിരിക്കൂ, ലക്ഷങ്ങൾ എണ്ണി തരില്ലേ? ജനപ്രതിനിധി ആയിരിക്കുന്ന ഒരു വ്യക്തി ഇതുപോലെയുള്ള പെരുമാറ്റമുണ്ട് എങ്കിൽ പരിപൂർണമായിട്ട് മാറി നിൽക്കപ്പെടേണ്ടത് ധാർമ്മികത. തീർച്ചയായും ധാർമ്മികത വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ശ്രീ ഉല്ലാസ് ബാബു, ഞാൻ ചോദിക്കുന്നത് വളരെ ആത്മവിശ്വാസത്തോടെ പരാതി നൽകൂ, ഞാൻ കോടതിയിൽ തെളിയിച്ചോളാം എന്ന് പറയാനുള്ള ആത്മവിശ്വാസം ഇയാൾക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത് എന്നാണ് താങ്കൾ കരുതുന്നത്? അല്ലാണ്ട് ഇപ്പൊ അയാൾ നിങ്ങൾ മാധ്യമങ്ങൾ വന്ന സമയത്ത് അതെ ഞാൻ തന്നെയാണ്, ഞാൻ ആ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഇത്തിരി സൂത്രകെട്ടൊക്കെ എന്റെ കയ്യിലുണ്ടായിരുന്നു, ഞാൻ ഇത്തിരി വേഷം കെട്ടുള്ള ആളാണെന്ന് വന്ന് പറയുന്ന അനൂപ് ആരെങ്കിലും പ്രതീക്ഷിക്കണ്ടോ? എന്നാലും പരാതി നൽകൂ, ഞാൻ തെളിയിച്ചോളാം എന്ന് ഈ പറയുന്ന ഇരകളെ അടക്കം വെല്ലുവിളിക്കുന്ന നിലയിലേക്കാണല്ലോ പോയത്. അഭ്യാസങ്ങൾ ഉണ്ടെന്ന് അയാൾ പറയുന്നതാണോ അനൂപ് വിചാരിക്കുന്നത്? അത് നടക്കില്ലെന്ന് അയാൾ പറയില്ല. ആയിട്ടുള്ള മുകേഷിന്റെ പേര് പറഞ്ഞു തന്നെയാണ് ഞാൻ ചർച്ചയിൽ പങ്കെടുത്തത്. 376 റേപ്പ് കേസ് എടുത്ത ഒരാൾ MLA ആയിട്ടിരിക്കുമ്പോൾ MLA രാജിവെക്കണ്ട എന്ന് പറഞ്ഞ ആളാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറിയും ഇന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും. അവരെ എല്ലാ അർത്ഥത്തിലും ആളും അർത്ഥവും ആയുധവും നൽകി സംരക്ഷിക്കുകയാണ് ചെയ്തത് അല്ലേ? എന്നിട്ട് പാർലമെന്റ് സീറ്റും കൂടെ കൊടുത്തു. ജനങ്ങൾ മര്യാദക്കാരായതുകൊണ്ട് NK പ്രേമേന്ദ്രനെ അവിടെ ജയിപ്പിച്ചു. ഇല്ല, ഒരു പരാതിയില്ലാത്ത ആരോപണം ഉന്നയിച്ചു എന്ന് പറയുന്ന ആളുകൾ പേര് വെളിപ്പെടുത്താത്ത ഒരാൾ അദ്ദേഹത്തിനെതിരെ സംശയത്തിന്റെ പുകമുറ വരികയും ഇനി ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയാണെന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹത്തെ ഇവിടെ മാധ്യമങ്ങളും മറ്റുള്ളവരും കൂടി സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. ഇല്ലേ? അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു. ഇല്ലാന്ന് എങ്ങനെയാ പറയുന്നത്? അല്ല, ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന നേതാക്കൾ നിങ്ങൾക്കിടയിലില്ലേ? പ്രതിപക്ഷ നേതാവിന് ഇക്കാര്യത്തിൽ ഒരു സംശയമില്ല. ഇങ്ങനെ ഒരു പരാതി അദ്ദേഹത്തിനെതിരെ ഉണ്ടോ എന്ന കാര്യത്തിൽ ഒരു സംശയം പ്രതിപക്ഷ നേതാവിന് ഉണ്ടാവില്ല. അദ്ദേഹത്തിന് നേരിട്ട് പരാതി കിട്ടിയതാണ് ശ്രീ അനിൽ ബോസ്.
അനൂപെ, ഇവിടെ എനിക്കൊരു സംശയമില്ല, പ്രതിപക്ഷ നേതാവിനും സംശയമില്ല, KPC പ്രസിഡന്റിനും സംശയമില്ല. ഞങ്ങൾക്കാർക്കും ഉന്നയിച്ച ആരോപണങ്ങളിൽ ഞങ്ങൾ ആരും അതിനെ എതിർക്കുന്നില്ല. അത് ശരിയാണോ തെറ്റാണോ എന്ന് അന്വേഷിച്ച് കണ്ടെത്തി കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കേണ്ടത് ഞങ്ങളാണോ? നേതാവിന് എപ്പോഴോ എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് കിട്ടിയ പരാതി, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹത്തിന് അറിയാം. നിങ്ങൾ അങ്ങ് തൂക്കിക്കൊല്ലുന്നു. ആയിക്കോട്ടെ, നിങ്ങളങ്ങ് തൂക്കിക്കൊല്ല്. നിങ്ങൾ കോടതി ജഡ്ജിയാണല്ലോ, നിങ്ങളങ്ങ് തൂക്കിക്കൊല്ല്. അല്ല പിന്നെ ഞാനെന്താ പറയണ്ടേ? നിങ്ങൾ തൂക്കിക്കൊല്ലുന്നേ. നിങ്ങൾ അങ്ങ് മനോരമയുടെ ചർച്ചയിൽ കൺക്ലൂഡ് ചെയ്ത ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി രാവിലെ ഇത് തന്നെയാണെന്ന് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉയരുമ്പോൾ രോഷപ്രകടനമാണ്. സാധാരണ നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന ആളുകളല്ല. നിങ്ങൾക്കറിയാം ഈ കാര്യത്തിൽ നിങ്ങൾ പറയുന്ന വാദങ്ങൾ കൃത്യമല്ല എന്ന് അറിയുന്നതുകൊണ്ടാണ് ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ അസ്വസ്ഥരാകുന്നത്. അനൂപിനെതിരെ ഒരു സ്ത്രീ വന്ന് അനൂപ് അയക്കാത്ത മെസ്സേജുകൾ കാണിച്ച്, അനൂപ് പറയാത്ത വോയിസ് കാണിച്ച്, അനൂപ് ചെയ്യാത്ത പ്രവൃത്തിയെ കുറിച്ച് മാധ്യമങ്ങളുടെ മുമ്പിൽ നിരന്നു നിന്ന് അനൂപ് എന്ന ധാരണയിൽ, അനൂപ് എന്ന കൃത്യമായിട്ടുള്ള സൂചന നൽകിക്കൊണ്ട് പറയുകയാണ് എങ്കിൽ അനൂപ് എന്താ പറയാ? എന്നെ പൊതുസമൂഹത്തിൽ വളരെ മോശകരമായി ചിത്രീകരിക്കുന്നതിന്റെ ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനമാണ് എന്നും എനിക്കതിൽ പങ്കാളിത്തമില്ല എന്നും അതുകൊണ്ട് തന്നെ ടിആരികളുടെ പേരിൽ കൃത്യമായ നടപടിയെടുക്കണമെന്നും ഇതേ ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള പോലീസിനെ എന്തുകൊണ്ട് MLA ആയിട്ടുള്ള ഈ വ്യക്തിക്ക് ഒരു പരാതി കൊടുത്തുകൂടാ? കൊടുത്തിട്ടുണ്ടോ? KPCC അധ്യക്ഷൻ സണ്ണി ജോസഫില്ലേ? സണ്ണി ജോസഫിന് ഈ വ്യക്തി എന്ന് പറഞ്ഞാൽ MLA രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ ക്രിസ്റ്റൽ ക്ലിയറിറ്റിയോട് കൂടിയിട്ടുള്ള ആളാണ് എങ്കിൽ എന്തിനാണ് യൂത്ത് കോൺഗ്രസിൽ നിന്ന് മാറി നിൽക്കാൻ പറഞ്ഞത്? പാർട്ടിയുടെ നേതൃസ്ഥാനത്ത് അയാളെ ഞങ്ങൾ പുറത്താക്കാം, സമൂഹമേ അല്ലെങ്കിൽ നാടേ അല്ലെങ്കിൽ MLA ആയിരിക്കുന്ന നാടേ നിങ്ങൾ ഇതിനെ പേറിക്കൊള്ളുക എന്ന് പറയുന്നതല്ലേ അതിന്റെ ഉത്തരം? അത് നിനക്ക് നേരത്തെ അറിയാമായിരുന്നു. ഏകദേശം അറിയായിരുന്നു. ഈ കുടുംബം കലക്കാൻ ഒരുത്തൻ ശ്രമിക്കുമ്പോ നീ അതിന് കൂട്ടുനിൽക്കുക. Yeah.